ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി. ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി സദർശവാക്യം 18-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. സദർശവാക്യങ്ങൾ 18-12. നാശത്തിനു മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുൻപേ താഴ്മ. പ്രിയരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട 2-3 പദങ്ങൾ ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയും. ഒന്ന് നാശം എന്നുള്ള പദമാണ്. രണ്ടാമത്തത് നിഗളിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പദം മാനമെന്നുള്ളതും 4 താഴ്മ ഉള്ളതുമാണ്. എല്ലാവരും മാനമിച്ഛിക്കുന്നവരാണ്. മാനത്തോടെ ഇരിക്കണമെന്ന് കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. എന്നുള്ളൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നാശം വരുന്നതിന് മുൻപ് കടന്നു വരുന്ന, അഥവാ നാശത്തിന് കാരണമായ ഒരു അനുഭവത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുകയാണ്. നിഗളം കടന്നു വരുന്നു. അഥവാ ആരാണോ നിഗളികളായി നടക്കുന്നത്, താമസം പിന്നെ അവർ നാശത്തിലേക്ക് പതിക്കുവാനിടയായി തീരും. അർഹതയില്ലാത്ത പണവും അർഹതയില്ലാതെ കിട്ടിയ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ പലപ്പോഴും മനുഷ്യനെ നിഗളത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. പ്രിയരെ, നിങ്ങൾ മാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? മാനത്തോടെ ജീവിക്കണമെന്ന് കൊതിക്കുന്നവരാണോ? ഈ തിരുവചനം നമ്മോട് പറയുകയാണ്, നാശത്തിന് മുൻപേ വരുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നിഗളമെന്ന്. ആമേൻ. ഏതെങ്കിലും കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിഗളിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും വിലയേറിയ അനുഭവങ്ങൾക്കകത്ത് നിഗളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിഗളത്തിൻ്റെ പരിണിത ഫലം നാശമാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര ഉന്നതരും എത്ര നല്ല കുടുംബത്തിൽ ജനിച്ചവരും വിദ്യാസമ്പന്നരുമൊക്കെ നശിക്കുവാൻ ഇടയായിത്തീരുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് നിഗളം. അങ്ങനെയാണെങ്കിൽ നിഗളം ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ, നിഗളം ഹൃദയത്തിൽ നിന്ന് മാറ്റിയാൽ നിശ്ചയമായിട്ടും നാശം വിട്ടുമാറുവാനിടയായി തീരും. നിഗളിച്ച് നല്ല അനുഭവങ്ങൾ നഷ്ടമായി പോയ ധാരാളം പേരുടെ ചരിത്രം തിരുവചനത്തിനകത്ത് കാണുവാനായി കഴിയും. ഈ രാവിലെ ദൈവാത്മാവ് നമ്മോട് ഇടപെടുകയാ. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിഗളിക്കുന്ന അനുഭവം നമ്മിലുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അതൊരു പക്ഷേ നമ്മുടെ കയ്യിലുള്ള പണമാകാം, നമ്മുടെ ആൾബലമാകാം, നമ്മുടെ പക്കലുള്ള സമ്പത്തോ നമ്മൾ അലങ്കരിക്കുന്ന പദവികളോ ഒക്കെ നിഗളത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കാം. പ്രിയരെ, മറക്കരുത്, നിഗളം വന്നാൽ അടുത്ത മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാശമെന്നെഴുതിയിരിക്കുന്നു. ആമേൻ. നാശത്തിന് മുൻപേ കടന്നു വരുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ്, സ്വഭാവ വിശേഷമാണ് നിഗളമെന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അപ്പോൾ നിഗളം നമ്മെ വിട്ടു മാറിയാൽ നാശം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറുവാനിടയായിത്തീരും. പിന്നെ എഴുതിയിരിക്കുന്ന 2 പദങ്ങളാണ് ആമേൻ, മാനവും താഴ്മയും. ദൈവം ഒരു മനുഷ്യനെ മാനിച്ചുയർത്തണമെങ്കിൽ ആമേൻ
എത്രത്തോളം ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കാമോ അത്രത്തോളം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്മയോടെ നമ്മൾ ജീവിക്കുവാനായി തുടങ്ങിയാൽ ബൈബിൾ പറയുന്നു ആ താഴ്മ മാനത്തിന് കാരണമായി തീരും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തിൽ ഒരു മാന്യത വേണമെന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴ്മയോടെ ശിഷ്ടകാലം ജീവിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. നിശ്ചയമായിട്ടും ബൈബിൾ എഴുതിയിരിക്കുന്നത് താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഈ ഭൂമിയിലെ ആയുസ് മാനത്തോടെ ജീവിച്ചു തീർക്കുവാൻ ആമേൻ താഴ്മ നമുക്ക് ആവശ്യമാണ്. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടെ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കേണ്ടതിന്, താഴ്മയോടെ ജീവിക്കേണ്ടതിന്, താഴ്മയോടെ സംസാരിക്കുവാൻ, താഴ്മയോടെ ഇടപെടുവാൻ, താഴ്മയോടെ എല്ലാ കാര്യങ്ങൾക്കകത്തും വ്യാപൃതരാകേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ആമേൻ. നിഗളിക്കുന്നവർക്ക് നാശം വരുമെന്ന്. താഴ്മയോടെ ജീവിക്കുന്നവരെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അങ്ങനെയാണല്ലോ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ, സ്കൂളിൽ, കോളേജിൽ, വീട്ടിനകത്ത്, എന്തിന് നമ്മുടെ രക്തബന്ധങ്ങളുടെ ഇടയിൽ പോലും നമ്മെ മാനിക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നിഗളം നാശത്തെ കൊണ്ടുവരുമ്പോൾ തിരുവചനം പറയുന്നത് താഴ്മ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാന്യതയെ കൊണ്ടുവരുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ താഴ്മയോടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ശിഷ്ടയായുസ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ തീരുമാനത്തിൽ നിന്ന് വലിച്ചു തള്ളിയിടുവാൻ ശ്രമിക്കുമ്പോൾ താഴ്മയുടെ അനുഭവം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ. നമുക്കറിയാം, ചില വ്യക്തികളുമായി നമ്മളിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവരുടെ വാക്കുകൾ ഭയങ്കര താഴ്മയുടെ വാക്കുകളാണ്. എന്നാൽ കുറച്ച് കൂടി അടുത്താൽ, കാര്യങ്ങൾക്കകത്ത് അവരുമായി ഇടപെടേണ്ടി വന്നാൽ പലപ്പോഴും സംസാരവും ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പ്രിയരെ, അങ്ങനെയല്ല. ആമേൻ. താഴ്മ നമ്മുടെ വാക്കുകളിൽ അല്ല, താഴ്മ നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലൂടെയും വെളിപ്പെടണം. അങ്ങനെ തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? താഴ്മ നമ്മുടെ വാക്കുകളിലല്ല, താഴ്മ നമ്മുടെ പ്രവർത്തിക്കകത്ത് വെളിപ്പെട്ട് കിട്ടേണ്ടതിന് നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുവാനിടയായി തീരും. ആമേൻ. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിഗളം പിശാച് കൊണ്ടുവച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരേണ്ടതിന്, അതിൽ നിന്നൊരു വിമോചനത്തിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. മാനത്തിന് മുൻപേ താഴ്മ നമ്മുടെ ആമേൻ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന, ദൈവം നമ്മെ സഹായിക്കുന്ന നല്ല പകലായി തീരേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ തിരുവചന സത്യം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. താഴ്മയോടെ ജീവിക്കുവാനുള്ള കൃപ ദൈവം ഓരോരുത്തർക്കും കൊടുക്കും. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ്
എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.